എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും മിഥുനെ നന്നാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം. ശരിയാക്കാൻ അവനെന്താ കുഴപ്പം? ഇവിടെ വന്നപ്പോ മുതൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്താ മക്കളെ പ്രശ്നം? അമ്മയോട് തുറന്നു പറ. അമ്മ ഇങ്ങനെ ടെൻഷനാവാതെ. മിഥുന് കുഴപ്പമൊന്നുമില്ല. എന്നാലും അയാളുടെ അമ്മയാണല്ലോ ഇവിടുത്തെ ഭരണം. ആന്റിയുടെ മുമ്പില് മിഥുനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി എടുക്കണമെന്ന് ഞാൻ ഇവളോട് പറയായിരുന്നു. അല്ല മോളെ? അതെ അതെ. മിഥുനെ എന്റെ അമ്മായിയമ്മയിൽ നിന്നും ആ ദുഷ്ടത്തെ ചൈത്രയിൽ നിന്നൊക്കെ ഞാൻ അടർത്തിയെടുക്കും ചേച്ചി. അതിന്റെ പേരില് നീ ഈ കുടുംബത്തില് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് മോളെ. കല്യാണം കഴിച്ചെന്ന് വെച്ച് ഒരു പുരുഷനും സ്വന്തം അമ്മയെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒഴിവാക്കണമെന്ന് പറയുന്നത് ശരിയുമല്ല. വന്നു കയറിയ മരുമകള് കുടുംബത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നവളാവണം. നീ കാരണം സത്യന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ദിവ്യപ്രഭയ്ക്ക് ഭർത്താവിന്റെ അമ്മ എന്ന സ്ഥാനം കൊടുക്കണം. പിന്നെ ചൈത്ര ദുഷ്ടയാണെന്നൊന്നും കരുതരുത്. ആ കുട്ടി ഇത്തിരി പ്രശ്നം ഉണ്ടാക്കിയാലും സത്യന്റെ മോളാണെന്ന് വിചാരിച്ച് മോൾ അങ്ങ് ക്ഷമിക്കണം. ശരിയമ്മ, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ നീയും മിഥുനും പരസ്പരം സ്നേഹിച്ചവരൊക്കെ ആയിരിക്കും. പക്ഷേ ഇനി ഭർത്താവിന് പേര് വിളിക്കരുത്, മിഥുനേട്ടനെന്ന് വിളിക്കണം. അവന്റെ ഇഷ്ടം അനുസരിച്ച് പെരുമാറണം. ആണുങ്ങൾക്ക് സ്നേഹിച്ചപ്പോഴത്തെ സ്വഭാവം ആയിരിക്കില്ല കല്യാണം കഴിയുമ്പോ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മോക്ക് കഴിയണം. ഇതൊക്കെ ചേച്ചി പറഞ്ഞു തന്നിരുന്നു അമ്മ. നിന്റെ സ്ഥാനത്ത് ശില്പയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊന്നും പറയേണ്ടി വരില്ലായിരുന്നു. എന്ത് ചെയ്യാനാ? ആദ്യം മംഗല്യയോഗം വന്നത് നിനക്ക്. മതി ഉപദേശിച്ചത്. അമ്മയൊന്ന് വന്നേ, വാ നടക്ക്. സൂക്ഷിക്കണം. എടാ, നീ SP അല്ല IG ആണേലും ഈ ഗോപന് പുല്ലാണ്ട പുല്ല്. ചുണയുണ്ടെങ്കിൽ നീ രാമപുരത്ത് അങ്ങാടിയിലോട്ട് വാടാ. നീന്റെ കളി ഞാൻ ഇതോടെ അവസാനിപ്പിക്കും. വാടാ. നിന്റെ അച്ഛൻ ഇങ്ങനെ തുടങ്ങിയ കീർത്തിക്കല്ലേ അതിന്റെ നാണക്കേട്. ഒരു തരത്തിലാ കൂടി നിർത്തിച്ചത്. വീണ്ടും തുടങ്ങാനുള്ള കാരണം എന്താന്ന് മനസ്സിലാവുന്നില്ല മോളെ. അമ്മ വിഷമിക്കാതെ. ചിലപ്പോ കീർത്തിയുടെ കല്യാണം നടന്ന സന്തോഷത്തിൽ കുടിച്ചതാവും. നമുക്ക് നാളെ രാവിലെ അച്ഛനോട് ചോദിക്കാം. പത്മാഷ്, അയ്യോട് ചകട ഉണ്ടാക്കാത്ത ബോധം കിട്ടും. കംപ്ലീറ്റ് കിളി പോയി. SP നിനക്ക് വെച്ചിട്ടുണ്ട്. അച്ഛൻ തനിയെ കുടിച്ചതല്ല അമ്മേ, അച്ഛനെ കുടിപ്പിച്ചതാ. ഈ കുപ്പി വാങ്ങിച്ചോണ്ട് വന്നത് ആ ഓവർ സ്മാർട്ടുകാരൻ അർജുന. അയാൾ ഇത് കൊണ്ടുവരുന്ന ഞാൻ കണ്ടായിരുന്നു. അയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ പറയാതെ അയാൾ വാങ്ങിക്കൊടുക്കില്ലല്ലോ. ഈ കുപ്പി അച്ഛന് കൊടുത്തത് അർജുനും ചൈത്രയും ചേർന്ന. അതുകൊണ്ട് അവർക്ക് എന്താ പ്രയോജനം? അമ്മയ്ക്കത് മനസ്സിലായില്ലേ? അച്ഛനെ കുടിപ്പിച്ച് എല്ലാവരുടെ മുമ്പിൽ കീർത്തിയെ നമ്മളെ നാണം കെടുത്താനായിരുന്നു അവരുടെ പ്ലാൻ. കീർത്തി ജീവിക്കേണ്ട കുടുംബമായതുകൊണ്ട് ഇതുവരെ ഞാൻ വളരെ മാന്യമായിട്ട് അവരോട് പെരുമാറിയത്. എനിക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് അവർക്കറിയില്ല. മോള് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട.
ഞാനേ സത്യനോട് പറയാം. സത്യൻ അവരെ രണ്ടുപേരെ ശിക്ഷിച്ചോളും.